മണിപ്രവാളത്തിലെ ശരീരപരതയെക്കുറിച്ചുള്ള ചർച്ച ഉണ്ണുനീലി സന്ദേശത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. ഈ കൃതി നമ്മളെ പരിചയപ്പെടുത്തിയത് ടി.കെ. കൃഷ്ണമേനോനാണ്. കൃഷ്ണമേനോൻ 2 സന്ദേശകാവ്യങ്ങൾ എന്ന പേരിൽ കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ്റെ വിവർത്തനത്തോടെ ശുഖസന്ദേശവും കോകില സന്ദേശവും ചേർത്ത് ഒരു പഠനം പുറത്തിറക്കി. ഇതിലെ കോകില സന്ദേശത്തിനുള്ള ഈ പേര് ആദ്യമായി ഉപയോഗിച്ചതും കൃഷ്ണമേനോനാണ് എന്നാണ് കരുതേണ്ടത്. മലയാളിയുടെ സാഹിത്യ ചരിത്രബോധത്തെ വിപ്ലവകരമായി പുതുക്കിയത് ഈ ലേഖനമാണെന്ന് പറയാം. ചെറുശ്ശേരിക്കും അപ്പുറത്ത് വലിയൊരു സാഹിത്യ സമുച്ചയം മറഞ്ഞു കിടക്കുന്നുണ്ട് എന്ന ബോധത്തിലേക്ക് വഴി തുറന്നത് ഈ സംഭവമായിരുന്നു. തുടർന്ന് ഉണ്ണുനീലി സന്ദേശം തേടിപ്പിടിക്കാനുള്ള അന്വേഷണങ്ങളായി. പ്രാചീന സാഹിത്യകൃതികളെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ തകൃതിയായി ആരംഭിക്കുന്നത് അങ്ങനെയാണ്. കോഴിക്കോട്ട് സാമൂതിരി കോവിലകത്ത് നിന്ന് കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ കണ്ടെടുത്ത ഉണ്ണുനീലി സന്ദേശം 1906 11 ലക്കങ്ങളിലായി രസികരഞ്ജിനിയിൽ പ്രസിദ്ധീകരിച്ചു. കാര്യമായ ചർച്ചകളുണ്ടായത് പക്ഷേ തൊട്ടടുത്ത ദശകത്തോടെയാണ്. അനന്തരാമയ്യ ശാസ്ത്രികൾ, ഉള്ളൂര്, പി.കെ. നാരായണപിള്ള, കെ.ജി. കുമാരനുണ്ണിത്താൻ തുടങ്ങി ഒട്ടനവധി ആളുകൾ ഈ സന്ദേശകാവ്യത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആദ്യകാലത്തെ പഠനങ്ങളുടെ സാമാന്യ വിഷയമെന്ന് പറയുന്നത് ഭാഷ, കവി, കാലം, വർണ്ണനാപാഠവും, ശബ്ദഭംഗി, അലങ്കാരഭംഗി, ദേശചരിത്രം തുടങ്ങിയവയായിരുന്നു. എന്നാൽ മണിപ്രവാള പഠനത്തിൻ്റെ, സന്ദേശകാവ്യ പഠനത്തിൻ്റെ ഒക്കെ 2ാം ഘട്ടം എത്തുമ്പോഴേക്കും അത് കുറേ കൂടി സദാചാരപരമായ ഒരു മാർഗത്തിലേക്ക് തിരിയുകയും കൃതിയുടെ ശ്ലീലാശ്ലീല വിവേചനം വളരെ പ്രധാനമാവുകയും ചെയ്യുന്നു. ഒട്ടും വൈകാതെ തന്നെ സാഹിത്യത്തിലെ വർഗപരതയിലേക്ക് ചർച്ച നീങ്ങുകയും കൃതികളിലുണ്ട് എന്ന് നിരൂപകർ കരുതിയ ജീർണതയുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രശ്നങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുകയും ചെയ്യുന്നു. മുൻവിധികളോടെയുള്ള പഠനങ്ങളായിരുന്നു ഇവ എന്നാണ് പറയേണ്ടത്. അടിസ്ഥാന സാമഗ്രികളുടെ സഹായത്തോടെ അല്ലാതെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു തരം കാഴ്ചകളാണിവ. അനുഭവങ്ങളിലൂടെ പാകപ്പെടുമ്പോൾ ഇവയിലേറെയും മനുഷ്യൻ്റെ ബുദ്ധിയുടെ വിവേകത്തിൻ്റെ ഭാഗമാവും. എന്നാൽ അല്ലാത്തവ കാഴ്ചകളെ നിയന്ത്രിച്ചുകൊണ്ട് സ്വതന്ത്ര ചിന്തയ്ക്ക് വിലങ്ങടിച്ച് നിൽക്കുകയും ചെയ്യും. കാഴ്ചയുടെ പരിധി കുറയ്ക്കുകയും കുഴൽ കാഴ്ചകളിലേക്ക്, ട്യൂബുലർ വിഷൻ, ഇതിലേക്ക് നയിക്കുകയും ചെയ്യുന്ന മുൻവിധികൾ എല്ലാ മണ്ഡലങ്ങളിലും പ്രശ്നകാരികളാവും. സാഹിത്യ നിരൂപണത്തിൽ ഇതേറെ ബാധിച്ചത് മണിപ്രവാളത്തെയാണ്. ഈ ശാഖ മൊത്തത്തിൽ അശ്ലീല സാഹിത്യമോ ഗണികാസ്തുതികളോ ആണെന്ന് ഉദ്ഘോഷിക്കാൻ അക്കാലത്തെ പഠിതാക്കളെ പ്രേരിപ്പിച്ചത് പലതരം മുൻവിധികളായിരുന്നു. ഏതാനും ഉദാഹരണങ്ങൾ നോക്കാം. രസികത്വവും രചനാശില്പവും മികച്ചു നിൽക്കുന്ന ഇത്തരം ജീർണ സാഹിത്യം 1ാം തരം വെണ്ണക്കല്ല് ചിത്രപ്പണി ചെയ്ത് മോഹനമാക്കി പടുത്തുയർത്തിയ മലമൂത്രപ്പുരയുടെ പ്രതീതി ജനിപ്പിക്കുന്നു എന്ന് സൂക്ഷ്മദൃക്കായ ഒരു ഗുരുനാഥൻ പല വർഷം മുമ്പ് അഭിപ്രായപ്പെട്ടത് ഇപ്പോൾ ഓർമ്മ വരുന്നു. ഭക്തിപ്രസ്ഥാനത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് ഉച്ചസ്ഥായിയിൽ പാടിയ പൂരപ്പാട്ടാണോ ഇവയെന്ന് മണിപ്രവാളത്തിൻ്റെ തൃതീയ പുരുഷാർത്ഥക്കൂത്തു നിറഞ്ഞ ഉള്ളടക്കം കണ്ട് ആരും സംശയിച്ചു പോകാവുന്നതാണ്. സമുദായത്തിലെ ഉയർന്ന വർഗത്തിൻ്റെ സാൻമാർഗിക ജീവിതം അധപ്പതിച്ച ഒരു കാലഘട്ടത്തെയാണ് ഉണ്ണുനീലിയും കൗണോത്തരയും മാരലേഖ, മലർബാണകേളി തുടങ്ങിയ ലഘുകാവ്യങ്ങളും പ്രതിനിധാനം ചെയ്യുന്നത്. കേരളീയ കവികളുടെ സാഹിത്യ സംസ്കാരത്തിന് നിദർശനങ്ങൾ എന്ന് ഈ മണിപ്രവാള കൃതികളെ വിശേഷിപ്പിക്കാവതല്ല. സംസ്കൃത ഭാഷാഭിജ്ഞരും സംസ്കൃത സാഹിത്യാസ്വാദനത്തിലൂടെ ഉത്തമ സാഹിത്യ സംസ്കാരം ആർജിച്ചവരുമായ കവികളുടെ പ്രതിഭാ ദുർവ്യയം എന്ന് മണിപ്രവാളത്തെക്കുറിച്ച് പറയാം. ഭോഗാസക്തിയുടെ തീക്ഷ്ണത അതിൻ്റെ സകല വൈകൃതങ്ങളോടും കൂടി ആവിഷ്കരിക്കുകയത്രേ മണിപ്രവാള കവിതകളുടെ പൊതു സ്വഭാവം. രതി എന്ന ഭാവം പൈശികവൃത്തിയുടെ സങ്കീർത്തനത്തിൽ എത്തിച്ചേരുന്ന അവസ്ഥ ഭദ്രമായ ഒരു ജീവിത ദർശനത്തെയോ സാമൂഹ്യ വ്യവസ്ഥിതിയെയോ ഉന്മൂലനം ചെയ്യുകയില്ല എന്ന് പറയാതെ തരമില്ല. എൻ കൃഷ്ണപിള്ള, പി വി വേലായുധൻ പിള്ള, ഇളംകുളം കുഞ്ഞൻപിള്ള, എം എം പുരുഷോത്തമൻ നായർ, എരുമേലി പരമേശ്വരൻ പിള്ള, എം ലീലാവതി
എന്നിവരുടെ സാഹിത്യ ചരിത്ര പഠനങ്ങളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും ഉദ്ധരിച്ചതാണ് ഈ ഭാഗങ്ങൾ. ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ സാംസ്കാരിക ജീർണതയുടെ ഉൽപ്പന്നങ്ങളായി മുദ്രകുത്തുകയായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിലെ അക്കാദമിക നിരൂപണം. എന്തേ ഇതിങ്ങനെ വരാൻ? ഇത് കേരളത്തിലെ മാത്രം കാര്യമായിരുന്നില്ല എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കേരളത്തിൽ, ഭാരതത്തിലും ആധുനികതയിലൂന്നിയ ദേശരാഷ്ട്ര സങ്കല്പം രൂപപ്പെടുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലാണ്. ഈ ദേശീയ ആധുനികതയുടെ അടിസ്ഥാന ഘടകങ്ങളിലൊന്ന് കോളനി ഭരണം വഴി ഇവിടെ പകർന്നെത്തിയ വിക്ടോറിയൻ സദാചാരമാണ്. 20-ാം നൂറ്റാണ്ടിലെ ഭാരതീയ ചിന്താമണ്ഡലത്തിൽ പാശ്ചാത്യ വിജ്ഞാനങ്ങൾക്ക് വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു. അതിലാദ്യത്തേത് നിയമത്തിൻ്റെ മണ്ഡലത്തിലാണ്. കോളനിവാസികളെ മെരുക്കാനുള്ള നിയമനിർമ്മാണങ്ങളുടെ കാലമാണിത്. അവരുടെ സമസ്ത വ്യവഹാരങ്ങളെയും നിയമത്തിനു കീഴിൽ കൊണ്ടുവരികയായിരുന്നു കോളനി ഭരണക്കാർ ആദ്യം ചെയ്തത്. കൂട്ടത്തിൽ അശ്ലീലവും അസഭ്യവുമായ എന്തിനേയും കൈകാര്യം ചെയ്യാനുള്ള നിയമങ്ങളും ഉണ്ടായി. 19-ാം നൂറ്റാണ്ട് ഒടുവായപ്പോഴേക്കും അതിനു തക്ക വകുപ്പുകൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ചേർത്ത് കഴിഞ്ഞിരുന്നു. 1898 തന്നെ അശ്ലീല പ്രസിദ്ധീകരണങ്ങൾ തപാൽ വഴി അയക്കുന്നത് നിരോധിക്കാനുള്ള നിയമം നടപ്പിൽ വന്നുവെന്ന് ചാരുഗുപ്ത എന്ന ഒരു നിരൂപകൻ പറയുന്നുണ്ട്. കോളനിക്കാലത്ത് ഇന്ത്യക്കാരുടെ സദാചാരം സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് ആലോചിച്ച് എങ്ങനെയാണ് അധികാരികൾ വിഷമിച്ചിരുന്നത് എന്ന് വളരെ രസകരമായി വിവരിക്കുന്ന ഒരു പഠനമാണ് ഗുപ്തയുടേത്. 18-ാം നൂറ്റാണ്ടിൽ മുദ്ദുപളനി എന്നൊരു തെലുഗു കവയിത്രി രാധികാ സ്വാന്തനം എന്നൊരു കൃതി എഴുതി. രാധാകൃഷ്ണന്മാരുടെ രതിബന്ധങ്ങളുടെ വലിയൊരു തുറന്നെഴുത്തായിരുന്നു ആ കാവ്യം. ഇതിൻ്റെ പൂർണ്ണമോ അപൂർണമോ ആയ ഒട്ടേറെ പകർപ്പുകൾ ആധുനിക പൂർവാന്ധ്രയിലും സമീപ പ്രദേശങ്ങളിലും പ്രചരിച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടൊടുവിൽ ആന്ധ്രാ സാഹിത്യ ചരിത്രം എഴുതിയ വീരേശലിംഗം ഈ കൃതിയെപ്പറ്റി പറഞ്ഞത് അതൊരു വ്യഭിചാരിണിയുടെ കൃതിയാണെന്നാണ്. ഒട്ടേറെ കയ്യെഴുത്ത് പ്രതികൾ പരിശോധിച്ച് 1910 ബാംഗ്ലൂർ കെ നാഗരത്നമ്മ എന്നൊരു നർത്തകിയാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. 911 സർക്കാർ വിവർത്തകനായ കങ്കരാജ പങ്കലു അതിലെ ചില ഭാഗങ്ങൾ വിവർത്തനം ചെയ്തു കൊടുത്തതോടെ ഈ കൃതി ഇന്ത്യൻ പ്രജകളുടെ മാനസികാരോഗ്യം തകർക്കും എന്നും പറഞ്ഞ് പോലീസ് കമ്മീഷണറായിരുന്ന കണ്ണിംഗ്ഹാം അതിൻ്റെ പ്രതികൾ പിടിച്ചെടുത്തു. പ്രസാധകർ ഹർജി കൊടുത്തെങ്കിലും ഫലമുണ്ടായില്ല. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ സെക്ഷൻ 292 അനുസരിച്ച് കൃതി നിരോധിക്കുക തന്നെ ചെയ്തു എന്ന് സൂസി താരുവും കെ ലളിതയും ചേർന്ന് നടത്തിയ ഭാരതീയരായ സ്ത്രീ എഴുത്തുകാരെക്കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. പാരീസിലും ജനീവയിലും വെച്ച് നടന്ന സമ്മേളനങ്ങളുടെ ഫലമായി 1925 ആയപ്പോഴേക്കും അശ്ലീല പ്രസിദ്ധീകരണങ്ങൾ നിരോധിക്കാനുള്ള നിയമവും രംഗത്തെത്തി. സംശുദ്ധമായ ഒരു ഇന്ത്യൻ സാഹിത്യം നിർമ്മിക്കുന്നതിന് ഇതെല്ലാം ആവശ്യമായിരുന്നു എന്നാണ് ഗുപ്ത തമാശയായിട്ട് പറയുന്നത്. അങ്ങനെ ഇന്ത്യയിലുടനീളം നിലവാരമുള്ളതും ശുദ്ധീകരിച്ചതുമായ സാഹിത്യ മാനദണ്ഡങ്ങൾ അഭ്യസ്തവിദ്യരായ മധ്യവർഗക്കാർക്ക് ദേശീയ അസ്തിത്വത്തിൻ്റെയും സംസ്കൃതിയുടെയും ഭാഗമായി. ഉത്തരേന്ത്യയെ ഇളക്കിമറിച്ച ഈ ചലനങ്ങളെയെല്ലാം പ്രതിരോധിക്കാനുള്ള ശേഷി പാവം സഹ്യപർവ്വതത്തിന് ഉണ്ടായിരുന്നില്ല. കോളനി ഭരണം വഴി ഇന്ത്യയിൽ പ്രചരിച്ച പാശ്ചാത്യ ആധുനികതയും വെസ്റ്റേൺ മോഡേണിറ്റി അതിൻ്റെ ലൈംഗിക പ്രത്യയശാസ്ത്രവുമാണ് കേരളത്തിൽ മണിപ്രവാള കൃതികളെ ജീർണ സംസ്കാരത്തിൻ്റെ ഉൽപ്പന്നങ്ങളാക്കിയത്. ശരീരത്തെയും ലൈംഗികതയെയും നിഷേധിക്കുന്ന പ്രവണത അക്കാദമിക പഠനങ്ങളിലെ ഫാഷനാവുകയായിരുന്നു. ധാർമ്മികതയായിരുന്നു ജീവിതത്തിൻ്റെ ഏക മാനദണ്ഡം. അതുകൊണ്ട് മറുവശത്ത് ആധ്യാത്മിക സ്പർശമുള്ള എന്തിനേയും സ്തുതിക്കാനും ഇവർ തയ്യാറായി. അങ്ങനെ വന്ന് ഭക്തി സാഹിത്യം മണിപ്രവാളത്തിൻ്റെ എതിർചേരിയിലായി. സമൂഹത്തിൽ അശ്ലീല സാഹിത്യം ഉണ്ടാകുന്നത് വലിയ സാംസ്കാരിക ദുരന്തമാണല്ലോ. പിന്നീട് ഇങ്ങോട്ടാകട്ടെ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന മട്ടിൽ പുരോഗമനേച്ഛുക്കൾ തുടർച്ചയായി മണിപ്രവാള സാഹിത്യത്തെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാം. ചർച്ച മധ്യകാല ഭക്തി സാഹിത്യത്തെക്കുറിച്ചല്ല, ആശാൻ കവിതയെപ്പറ്റിയായിരിക്കും,
പക്ഷേ അടി മണിപ്രവാളത്തിന് എന്നിടത്തോളം എത്തി അവസ്ഥ. ആർക്കും എപ്പോഴും എന്തിനും കൊട്ടാനുള്ള ഒരു വഴിച്ചണ്ടയായി മണിപ്രവാളം. വെറുതെ പറയുകയല്ല, 3 പതിറ്റാണ്ടുകൾക്കിടയിലുണ്ടായ 3 ആശാൻ കവിതാ പഠനങ്ങളിലെ ഈ പരാമർശങ്ങളും നോക്കൂ. മണിപ്രവാള സംസ്കാരത്തിൻ്റെ ഇരുണ്ട കാലഘട്ടത്തിനു പിറകെ ആധ്യാത്മികതയുടെ സന്ദേശം കൊണ്ടുവന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അവതാരം പോലെയാണ് വെൺമണി പ്രസ്ഥാനത്തിൻ്റെ തൊട്ടുപിമ്പെ കുമാരകവിയുടെ അവതാരം. സാഹിത്യചരിത്രത്തിൽ ലീലാവതി ടീച്ചർ പറഞ്ഞിരിക്കുന്നതാണത്. മണിപ്രവാള കവിതയിലും വെൺമണി കാവ്യങ്ങളിലും ലൗകിക മാലിന്യങ്ങളിൽ മുഴുകിക്കിടന്നിരുന്ന നായികമാരുടെ പശ്ചാത്തലത്തിൽ ആശാൻ്റെ നായികമാർ എത്രത്തോളം ആധ്യാത്മിക വിശുദ്ധി പ്രകടിപ്പിക്കുന്നു എന്നാണ് ഇവിടെ വിശദീകരിച്ചത്. ഒരു പഠനത്തിൽ ഷീലാകുമാരിയാണ് ഇത് പറയുന്നത്. കാഴ്ചയിൽ എന്നതിനേക്കാൾ അനുഭവത്തിലാണ് ആശാൻ കവിത മണിപ്രവാളത്തിൻ്റെ ഭോഗലാലസതയെ മുറിച്ചു കടന്നത് എന്ന് പി ഗീത. ആദ്യത്തേത് സാഹിത്യചരിത്രത്തിലാണ്, അടുത്തൊരു ലേഖന സമാഹാരത്തിലാണ്, മൂന്നാമത്തേത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊരു പിൽക്കാല പഠനവും. ഇവയ്ക്കൊരു പൊതുതലമുണ്ട്. മണിപ്രവാളം ഭോഗപരതയുടെ ലോകമാണെന്ന് മൂന്നും ഉറപ്പിച്ചു പറയുന്നു. ശരി, ആവട്ടെ. പക്ഷേ എങ്ങനെയാണ് മണിപ്രവാളം ആധുനികതയുടെ സൃഷ്ടിയായ ആശാൻ കവിതയുടെ എതിർദ്വന്ദ്വമാവുക? മധ്യകാല സാഹിത്യരചനകളെ ആധുനിക സാഹിത്യരചനകളുമായി നേർക്കുമേർ താരതമ്യം ചെയ്യുന്നതിൻ്റെ അർത്ഥമെന്താണ്? ഇവിടെ ഒരു കാര്യം വ്യക്തമാവുന്നു. ആരുടെയെങ്കിലും രചനകളെ പരിശുദ്ധമാക്കാൻ തൊട്ടടുത്ത് മലിന മണിപ്രവാളത്തെ പ്രതിഷ്ഠിച്ചാൽ എളുപ്പമായി. 1/4 നൂറ്റാണ്ടിലേറെയായി നമ്മുടെ നിരൂപകർ മണിപ്രവാളത്തെ കാണുന്ന കാഴ്ചയിൽ ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ദശാബ്ദങ്ങളായി മണിപ്രവാളത്തെ മറികടക്കലാണ് ഏക സാംസ്കാരിക വിപ്ലവമെന്ന് കരുതി പോരുന്ന നിരവധി പേരുണ്ട്. നമ്പൂതിരി ജന്മി സാഹിത്യമായ മണിപ്രവാളത്തെ പ്രതിരോധിച്ച് പുറന്തള്ളുകയായിരുന്നു കണ്ണശ പ്രസ്ഥാനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പ്രസ്താവിച്ചയാളാണ് പുതുശ്ശേരി രാമചന്ദ്രൻ. 20-ാം നൂറ്റാണ്ടിലെ വിപ്ലവബോധങ്ങളെ മധ്യകാലത്തേക്ക് പ്രക്ഷേപിച്ച് മണിപ്രവാളത്തിൻ്റെ ഭോഗപരതയോടുള്ള പ്രതിഷേധമായിരുന്നു ഭക്തി പ്രസ്ഥാനം എന്നുവരെ ഇക്കൂട്ടർ പറഞ്ഞു കളഞ്ഞു. സൂക്ഷ്മ വിശകലനത്തിൽ ഒരു കാര്യം മനസ്സിലാവും. ഈ വിശകലനങ്ങളുടെയെല്ലാം മുഖ്യതന്ത്രം ദ്വന്ദ്വീകരണമാണ്. വിശാലാർത്ഥത്തിൽ മധ്യകാലീനത, ആധുനികത എന്ന് തന്നെ. ഭോഗപരത, ആധ്യാത്മികത എന്നൊരു മഹാദ്വന്ദ്വം സങ്കല്പിച്ചുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോവുക. ഇവ മണിപ്രവാള കാവ്യങ്ങളെ ഒന്നാകെ ഭോഗപരതയുടെയും ഭക്തി സാഹിത്യത്തെ ആധ്യാത്മികതയുടെയും കള്ളികളിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. ഉണ്ണുനീലി സന്ദേശം പോലുള്ള കൃതികളുടെ പേരുകളാണ് ആദ്യത്തെ ചതി ഒപ്പിച്ചത്. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം എന്ന പഴമൊഴിയില്ലേ, ആ വഴിക്കായി മണിപ്രവാള ഗവേഷണത്തിൻ്റെ പോക്ക്. പുറന്തൊലി കണ്ട് ഉള്ളടക്കം വിഭാവനം ചെയ്യുന്ന ഗവേഷണം ഇവിടെയല്ലേ എത്തൂ. പേരുകണ്ട് നാമരൂപങ്ങൾ രണ്ടിലും ഉണ്ണുനീലി സന്ദേശം മറ്റു സന്ദേശകാവ്യങ്ങളിൽ നിന്നുള്ള വ്യതിയാനത്തെ കുറിക്കുന്നു എന്ന് വ്യാഖ്യാതാവായ ദാമോദരൻപിള്ള കരുതി. ഇപ്പറഞ്ഞതിൽ രൂപത്തിൻ്റെ കാര്യം ശരി, പക്ഷേ നാമത്തിൻ്റെ കാര്യം അത്ര ലളിതമല്ല. വടക്കുംകൂറ് തൻ്റെ കേരള സാഹിത്യ ചരിത്ര പഠനത്തിൻ്റെ കേരള സാഹിത്യ ചരിത്രം ചർച്ചയും പൂരണവും എന്ന പഠനത്തിൻ്റെ ഒരു ഭാഗത്ത് ഉണ്ണുനീലി സന്ദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, രസികരഞ്ജിനി പ്രവർത്തകർ ശ്രദ്ധിക്കാതെ കൊടുത്തതാകണം ഇന്നു കാണുന്ന പേര്. ഏതായാലും അത് പ്രചരിച്ചു പോയല്ലോ, ഇനിയിപ്പോൾ അത് മാറ്റാൻ നിൽക്കണ്ട എന്ന്. മുണ്ടയ്ക്കൽ സന്ദേശം എന്ന പേരാണ് താളിയോല മാതൃകയിലുള്ളത്, അതാണ് മദ്രാസ് കൃതിയിലുമുള്ളത് എന്ന് ശൂരനാട് പറയുന്നു. അങ്ങനെയാണ് മുണ്ടയ്ക്കൽ സന്ദേശം മാരാരുടെ മുഴുത്ത ചിരി ആയത്. സന്ദേശത്തിലെ 2-ാം ശ്ലോകത്തിൽ ഉണ്ണുനീലി വിഷയെ സന്ദേശ കർണാമൃതം എന്നൊരു പാദമുണ്ട്. ഇതിൽ നിന്ന് ഉണ്ണുനീലി സന്ദേശം എന്നൊരു പേര് ഇവർക്ക് ഉദിച്ചു കിട്ടിയതാവണം. ഏതായാലും അന്ന് തൊട്ട് ഇന്നോളം കൃതി നായികയുടെ പേരിലാണ് പതിഞ്ഞു നിൽക്കുന്നത്. തൽക്കാലം ഇത് നിൽക്കട്ടെ എന്ന് വടക്കുംകൂറ് വിധിച്ചിട്ടുമുണ്ടല്ലോ. താൻ കണ്ട ഭാഷാചമ്പുക്കളിൽ ഏറ്റവും പ്രാചീനമായ ഉണ്ണിയച്ചി ചരിത്രത്തെപ്പറ്റി പറയുമ്പോൾ ഈ പേര് താൽക്കാലികമാണെന്ന് ഉള്ളൂർ വ്യക്തമാക്കുന്നുണ്ട്. ഉണ്ണിയാടി ചരിത്രത്തിൻ്റെ കാര്യവും അതുതന്നെയാണ്. പെട്ടെന്നൊരു പേര് വിളിക്കാനുള്ളതുകൊണ്ട് തൻ്റെ പഠനത്തിൽ ഉള്ളൂർ ഈ പേരുകളാണ് കൊടുക്കുന്നത്. കൃതികൾ എഴുതിയവർ സ്വരചനകൾക്ക് പേരിടാത്തതുകൊണ്ടാണല്ലോ ഉള്ളൂരിന് താൽക്കാലികമായെങ്കിലും പേർ കൊടുക്കേണ്ടി വന്നത്.
എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, കൃതി കേന്ദ്രീകരിക്കുന്നത് നായികയിലേക്കാണ് എന്ന ധാരണയാണ് ആധുനികമായ ഈ പേരിടൽ കർമ്മത്തിനു പിന്നിൽ. 1941 ഒടുവിലോ 42 ആദ്യമോ പുറത്തിറങ്ങിയ ഭാഷാ ചമ്പുക്കൾ എന്ന അതിദീർഘമായ ഒരു പ്രബന്ധ സമാഹാരത്തിലാണ് ഉള്ളൂര് ഈ അഭിപ്രായം പറയുന്നത്. ഇതിലെ ചർച്ചാവേള തിരുവിതാംകൂർ സർവകലാശാലയിൽ നടത്തിയ അതിദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റേതാണ്. എന്നിട്ടും പിൽക്കാലത്തുണ്ടായ പഠനങ്ങളോ സാഹിത്യ ചരിത്രങ്ങളോ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചു. 21-ാം നൂറ്റാണ്ടിലും നിരൂപകരും അധ്യാപകരും ഈ കൃതികളെ അച്ചിചരിതങ്ങൾ എന്നാണല്ലോ പരിഹസിച്ചു വരുന്നത്. എന്തുകൊണ്ടിങ്ങനെ? ആ കാലത്തെപ്പറ്റിയും മണിപ്രവാള കൃതികളുടെ പേര്, പ്രമേയം, ഘടന എന്നിവയെപ്പറ്റിയുമുള്ള മുൻവിധികൾ തന്നെ. ഈ കാലം നമ്പൂതിരിമാരുടെ പുളപ്പ് കാലമാണത്രേ. ഇവരേറെയും ജന്മിമാരും. അതിനാൽ മണിപ്രവാള രചനകളെ നമ്പൂതിരി ജന്മി വർഗക്കാരുടെ ചില നേരമ്പോക്കുകളായി കണക്കാക്കാം എന്നാണ് ഇളംകുളം പദ്ധതിക്കാർ പറയുന്നത്. ക്ഷേത്രകേന്ദ്രിതമായി വളർന്നു മുറ്റിയ മേലാള വർഗത്തിൻ്റെ സമ്പൽ സമൃദ്ധിയും അനിയന്ത്രിതമായ ലൈംഗിക തൃഷ്ണയുമൊക്കെ ഈ കൃതികൾക്ക് ആധാരം. കാളിദാസനുമായി താരതമ്യം ചെയ്താൽ നമ്മുടെ സന്ദേശകാരന്മാർക്ക് വിവരിക്കാനുള്ളത് കുറേ അമ്പലവും പെണ്ണുങ്ങളും നമ്പൂതിരി ഇല്ലങ്ങളുമാണെന്ന് മുണ്ടശ്ശേരി വിവരിക്കുന്നുണ്ട്. കൃതിയുടെ രചനാകാലത്തുണ്ടായിരുന്ന നമ്പൂതിരി ഗ്രാമങ്ങളുടെ ഭൂമിശാസ്ത്രം വിവരിക്കാൻ എഴുതിയതുപോലെ ഇരിക്കുന്നു ഉണ്ണുനീലി സന്ദേശവും ശുഖസന്ദേശവും മയൂര സന്ദേശവും മറ്റും എന്നാണ് മുണ്ടശ്ശേരി മാസ്റ്ററുടെ ആക്ഷേപം. ഇത്രയ്ക്ക് വേണോ നമ്പൂതിരി വിരോധം? PV കൃഷ്ണൻ തമ്പിയെ ഉദ്ധരിച്ചുകൊണ്ട് ജീർണസാഹിത്യമെന്നാണ് N കൃഷ്ണപിള്ളയും മണിപ്രവാളത്തെ വിലയിരുത്തിയത്. ഇത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു അന്നത്തെ പൊതുപ്രവണത. വ്യത്യസ്തങ്ങളായ കാവ്യജനുസുകളെപ്പോലും കൂട്ടിപ്പിടിച്ച് സാമാന്യവൽക്കരിക്കലും പതിവായി. അങ്ങനെയാണ് മണിപ്രവാളം ഒരു പ്രസ്ഥാനമായി മാറിയത്. പരമ്പരാഗതമായ മണിപ്രവാള ചർച്ച മണിപ്രവാളം എന്നു പറഞ്ഞാൽ സാഹിത്യം മാത്രമാണ് എന്ന ധാരണയിലാണ്. എന്നാൽ ലീലാതിലകം 1-ാം ശില്പത്തിൽ ആലത്തൂർ മണിപ്രവാളം എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തെപ്പറ്റി പറയുന്നത് ശ്രദ്ധിക്കുക. അടുത്തു തന്നെ മുഹൂർത്തവിധി അല്ലെങ്കിൽ താമരനെല്ലൂർ ഭാഷ എന്ന് പറയുന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഉദ്ധരണിയുമുണ്ട്. കാവ്യശാസ്ത്ര ചർച്ചകളിൽ പ്രമാണമായി ഉദ്ധരിക്കാവുന്ന പ്രാധാന്യം ഇവയ്ക്കുണ്ടായിരുന്നു എന്നാണല്ലോ ഇതിനർത്ഥം. വൈജ്ഞാനിക രംഗത്തും മണിപ്രവാളം കടന്നു വന്നതിൻ്റെ തെളിവായി ഇവയെ KN എഴുത്തച്ഛൻ നിരീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ഹസ്തലിഖിത ഗ്രന്ഥാലയങ്ങളിൽ ശേഖരിച്ചു വച്ചിട്ടുള്ള ഭാഷാഗ്രന്ഥങ്ങളുടെ വലിയൊരു ഭാഗവും വാസ്തവത്തിൽ ജ്യോതിഷം, ജ്യോതിശാസ്ത്രം, മന്ത്രം, തന്ത്രം, വാസ്തുശാസ്ത്രം, അനുഷ്ഠാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട രചനകളാണ്. യജ്ഞസംസ്കാരവുമായി നേർക്കുനേർ ബന്ധമുള്ള ക്രിയാപ്രായശ്ചിത്ത ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു. ജാതകാദേശമാർഗം, ഭാഷ, വിഷപീഠ ഭാഷാമിശ്രം, കാലദീപകം മണിപ്രവാളം, ശില്പരത്നം മണിപ്രവാളം, ആഘുവിഷജികത്സ മണിപ്രവാളം, വിഷനാരായണീയം മണിപ്രവാളം, ഗുണപാഠം മണിപ്രവാളം, ആമ്പല്ലൂർ പച്ച, നേത്രചികിത്സിതം മണിപ്രവാളം, യോഗാമൃതം ഭാഷ, ബാലചികിത്സ മണിപ്രവാളം, സഹസ്രയോഗം മിശ്രം, വിശ്വകർമ്മണീയം മണിപ്രവാളം, മുഹൂർത്തം ഭാഷ തുടങ്ങിയ ഗ്രന്ഥപ്പേരുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ മണ്ഡലങ്ങളിലുണ്ടായ സവിശേഷവും സൂക്ഷ്മവുമായ ജ്ഞാനാർജനത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ്റെ സൂചനകൾ കൂടി ഇവകളിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും ഇതൊന്നും കണ്ടില്ല, ചിലർ കണ്ടിട്ടും കണ്ടെന്ന് നടിച്ചുമില്ല. ഇവർക്കെല്ലാം മണിപ്രവാളം ശുദ്ധ സാഹിത്യം മാത്രമായി. കേരള സാഹിത്യ ചരിത്രത്തിൻ്റെ 17-ാം അധ്യായത്തിൽ ഉള്ളൂർ ഇത്തരം കൃതികളെപ്പറ്റി അത്യാവശ്യം വിസ്തരിച്ച് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിട്ടും മണിപ്രവാള ഗവേഷകർ ആരും തന്നെ ഈ വഴിക്കൊന്ന് ചിന്തിക്കാൻ പുറപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് മണിപ്രവാള പഠനങ്ങൾ ഈ വഴിയിലേക്ക് തിരിഞ്ഞത്? ലഭ്യമായ ഒരു വർത്തമാനത്തിലേക്ക് പരിണമിച്ചെത്തുന്ന ഒന്നായിട്ടാണ് ഭൂതത്തിൻ്റെ പുനഃസൃഷ്ടി നടക്കുക. പ്രാചീന മധ്യകാല മണിപ്രവാളത്തിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ഇതുതന്നെയാണ്. 20-ാം ശതകത്തിൻ്റെ തുടക്കത്തിൽ മണിപ്രവാള കവിതകൾ എന്നാൽ വെൺമണി കൂട്ടായ്മയിലെ കവികളുടെ രചനകൾ എന്നായിരുന്നു സാമാന്യ ധാരണ. ഈ കൂട്ടായ്മയിൽ വെൺമണി അച്ഛൻ മുതൽ 6 പേർ നമ്പൂതിരിമാരായിരുന്നു. വെൺമണി മകൻ ശിവള്ളി, നടുവത്തച്ഛൻ മകൻ ഉറവങ്കര. ഇവരാരും സർക്കാർ ജോലിക്കാരോ കായക്ലേശമുള്ള ജോലികൾ ചെയ്യുന്നവരോ ആയിരുന്നില്ല. 13-15 നൂറ്റാണ്ടുകളിലെ മണിപ്രവാള കവികൾ അലസ ജീവിതം നയിച്ചവരായിരുന്നു എന്ന ധാരണ ഇങ്ങനെ വന്നതാവാം.
ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പ്രാചീന മധ്യകാല മണിപ്രവാളത്തെ പ്രതിഷ്ഠിക്കുകയാണ് ഗവേഷകർ ചെയ്തത്. ഈ സ്ഥാനാദേശം മണിപ്രവാളത്തെ അലസപ്രത്യയശാസ്ത്രത്തിൻ്റെ ഉൽപ്പന്നമാക്കാനാണ് വഴിവെച്ചത്. എന്നാൽ ആധുനിക മണിപ്രവാള രചനകളുടെ കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെൺമണി പ്രസ്ഥാനം എന്നാണല്ലോ ഒരു മാറാപ്പേര്. മഹാഭാരത വിവർത്തനത്തെ പരിഗണിക്കാതെ തന്നെ പറയാം, വെൺമണി അച്ഛനും മകനും എഴുതിയതിൻ്റെ പല മടങ്ങ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയിട്ടുണ്ട്. കവിതകൾ എഴുതി കൂട്ടുവിൻ കൂട്ടുകാരെ എന്നായിരുന്നല്ലോ തമ്പുരാൻ്റെ ആഹ്വാനം. തമ്പുരാന് പറച്ചിൽ മാത്രമല്ല പ്രവൃത്തിയും ഉണ്ടായിരുന്നല്ലോ. കൊച്ചുണ്ണി തമ്പുരാൻ, കുണ്ടൂര്, കൊട്ടാരത്തിൽ ശങ്കുണ്ണി തുടങ്ങിയവർ പോലും വെൺമണികൾ രണ്ടുപേരും എഴുതിയതിനേക്കാൾ എഴുതിയിട്ടുണ്ട്. സൂക്ഷ്മമായി പറഞ്ഞാൽ കുഞ്ഞിക്കുട്ടൻ പ്രസ്ഥാനമെന്നോ കൊടുങ്ങല്ലൂർ പ്രസ്ഥാനമെന്നോ, കൊടുങ്ങല്ലൂർ കളരി എന്നൊരു പേര് പ്രചരിച്ചിട്ടുണ്ട്, ഇങ്ങനെ വിളിക്കാമായിരുന്ന ഒന്നിനെയല്ലേ വിമർശകർ യാതൊരു യുക്തിയുമില്ലാതെ ഒരച്ഛൻ്റെയും മകൻ്റെയും പേരിൽ ചാർത്തി കൊടുത്തത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. സാഹിത്യ ചരിത്രത്തിലെ ഒന്നാം തരം ഒരു തമാശ എന്നല്ലേ പറഞ്ഞുകൂടൂ. അംബോപദേശവും ശൃംഗാര ശ്ലോകങ്ങളും പൂരപ്രബന്ധത്തിലെ ശൃംഗാരവും ഉന്നതവർഗത്തിൻ്റെ രഥോത്സവങ്ങളുടെ ആവിഷ്കരണങ്ങളാണ് മണിപ്രവാളം എന്ന ധാരണയുണ്ടാക്കി. ഇവ കവികളുടെ സദാചാര ഭ്രംശത്തിൻ്റെ നേർപ്രതിഫലനങ്ങളുമായി. വെൺമണി നമ്പൂതിരിമാരുടെ ശയ്യാഗുണം ഇരട്ടിച്ചാലുള്ള മേന്മയാണ് വൈശിക തന്ത്രത്തിലുള്ളതെന്ന് ഇളംകുളം പറഞ്ഞത് നോക്കുക. മാനദണ്ഡം വെൺമണിയാണ് എന്നർത്ഥം. വെൺമണി ജന്മിമാരുടെ, ജന്മി ഇൻവെർട്ടഡ് കോമയിൽ കൊടുക്കണം, കൃതികളിൽ നിന്ന് പ്രാചീന മധ്യകാല മണിപ്രവാള കൃതികളെ വിശകലനം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ കാര്യം എളുപ്പമായി. അതോടെ ആ മണിപ്രവാളവും നിരൂപകന്മാർക്ക് വർഗസാഹിത്യമായി. അതും നമ്പൂതിരി ജന്മിവർഗത്തിൻ്റെ സാഹിത്യം. എല്ലാ നമ്പൂതിരിമാരും ജന്മിമാരോ അക്ഷരാഭ്യാസമുള്ളവരോ കവിത എഴുതാൻ കോപ്പുള്ളവരോ ആയിരുന്നില്ല എന്ന് വിമർശകർ മനസ്സിലാക്കിയില്ല. കഷ്ടമെന്നേ പറയേണ്ടതുള്ളൂ. മണിപ്രവാളത്തിലെ ആദ്യ കൃതി വൈശികതന്ത്രമാണെന്നും അക്കാലത്തെ സദാചാര ഭ്രംശത്തിൻ്റെ തെളിവാണ് ഇതെന്നും വിമർശകർ പറഞ്ഞു വരുന്നു. ഇളംകുളമാണ് വൈശികതന്ത്രത്തിൻ്റെ അവതാരികാകാരൻ. ഇതിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ഇങ്ങനെയാണ്. ഗണികകൾക്കു വേണ്ടി നല്ല ഒരു സാഹിത്യം സംസ്കൃതത്തിലുണ്ട്. രാജാക്കന്മാരും പ്രഭുക്കന്മാരും വൈശികവൃത്തിയെ പ്രോത്സാഹിപ്പിച്ചു. ഗണികാവൃത്തിക്ക് ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിച്ചത് തെക്കേ ഇന്ത്യയിലാണ്. സമ്പൽ സമൃദ്ധിയിൽ നിന്ന് ഉടലെടുത്ത അസാൻമാർഗിക ജീവിതമാണ് ഇമാതിരി കാവ്യങ്ങളുടെ ഉൽപ്പത്തിക്കു കാരണമായത്. കേരളത്തിലെ ഗണികാ സാഹിത്യശാഖ ആരംഭിച്ചത് നമ്പൂതിരിമാരാണ്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് വൈശികതന്ത്രം. അമേരിക്കയിൽ ഇന്ന് എന്ന് പറയുമ്പോൾ 1960-70 കാലം, അമേരിക്കയിൽ ഇന്ന് ലൈംഗിക സാഹിത്യത്തിന് സിദ്ധിച്ചിരിക്കുന്ന പ്രോത്സാഹനവും 13 മുതൽ 15 വരെ ശതകങ്ങളിൽ വൈശികതന്ത്രം പോലുള്ള കൃതികൾക്ക് കേരളത്തിൽ ലഭിച്ച പ്രചാരവും ഒരേ പരിതസ്ഥിതിയിലാണ് വീക്ഷിക്കേണ്ടത്. ഈ വാദങ്ങൾക്ക് അടിസ്ഥാനപരമായി ചില പോരായ്മകളുണ്ട്. ഇതിലെ 3-5 പ്രസ്താവനകൾ നോക്കുക. മൂന്നാമത്തേത് ഏറ്റവും കൂടുതൽ പ്രചാരം എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യയിലാണ് അത് ഏറ്റവും കൂടുതൽ പ്രചാരമെന്ന് പറയണമെങ്കിൽ അഭ്യൂഹം പോരാ, സ്ഥിതി വിവരക്കണക്കുകൾ വേണം. കേരളത്തിൽ ഈ സാഹിത്യശാഖ ആരംഭിച്ചത് നമ്പൂതിരിമാരാണെന്നതും കേവലം അഭ്യൂഹം മാത്രം. നമ്പൂതിരിമാർക്ക് ആധുനിക പൂർവ്വഘട്ടത്തിൽ മലയാള സാഹിത്യ വ്യവഹാരത്തിൽ കാര്യമായ പങ്കുണ്ടായിരുന്നതായി ഒരു സാഹിത്യ ചരിത്രവും പറയുന്നില്ല. വെൺമണികൾ വരെയുള്ള കാലമെടുത്താൽ ചെറുശ്ശേരി, പൂനം 15-ാം ശതകം, പൂന്താനം, മഴമംഗലം, നീലകണ്ഠൻ 17-ാം ശതകം തുടങ്ങി 5-6 ഭാഷാകവികളെയും കാക്കശ്ശേരി, മേൽപ്പത്തൂർ തുടങ്ങി ചില സംസ്കൃത കവികളെയുമേ കാണാനുള്ളൂ. മറ്റു നമ്പൂതിരിമാർ മിക്കവാറും മീമാംസ, വ്യാകരണം, ജ്യോതിഷം, ഗണിതം, തന്ത്രം എന്നീ മണ്ഡലങ്ങളിലാണ് ഇടപെട്ടിരുന്നത്. സാമൂതിരി നാട്ടിലെ 18 കവികളെന്ന 19 പണ്ഡിതന്മാരിൽ ശുദ്ധ കവികളായുള്ളത് പുനവും വാസുദേവ യമക കവിയും വസുമതി മാനവിക്രമം നാടകം എഴുതിയ കാക്കശ്ശേരിയും മാത്രം. വലിയ ഉറപ്പില്ലാതെ സുഭദ്രാഹരണകാരനായ ഒരു നാരായണനെയും ഉള്ളൂർ ഈ കൂട്ടത്തിൽ എണ്ണുന്നുണ്ട്. പരദേശിയായ കേരള ബ്രാഹ്മണനല്ലാത്ത ഉദ്ദണ്ഡനാവട്ടെ ഈ പട്ടികയിൽ പെടേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ടും സാഹിത്യത്തിൽ നമ്പൂതിരിമാർക്ക് മുമ്പും കയ്യുമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയ ഗവേഷണ ബുദ്ധിയെ അപാരം എന്ന് മാത്രമേ വിളിക്കാനുള്ളൂ. ഇവിടെ തുടങ്ങിയ അഭ്യൂഹങ്ങളാണ്
മണിപ്രവാളത്തെക്കുറിച്ചുണ്ടായ പിൽക്കാല ചർച്ചകളുടെ ദിശ തന്നെ നിർണയിച്ചത്. മണിപ്രവാളത്തിലെ ആദ്യ കൃതി തന്നെ ഗണികാ സാഹിത്യമാണെങ്കിൽ ബാക്കിയുള്ള കൃതികളെല്ലാം മഹിളാളി മഹാസ്പദവും അശ്ലീലവും ആകണമല്ലോ. ഈ ന്യായപ്രകാരം മണിപ്രവാളം സമം ശൃംഗാരം അല്ലെങ്കിൽ അശ്ലീലം എന്ന ഒരു സമവാക്യം അക്കാദമിക ചർച്ചകളിൽ സ്ഥാനം പിടിച്ചു. അതുകൊണ്ട് മണിപ്രവാള പഠനം ഇവിടെ നിന്ന് തന്നെ വേണം തുടങ്ങാൻ. വൈശികതന്ത്രത്തിൻ്റെ കർത്താവ് ആരാണെന്നറിയില്ല. ഇന്നത്തെ രൂപത്തിൽ ഇത് പ്രസാധനം ചെയ്തത് കെ രാമേന്ദ്രൻ നായരാണ്. കേരള സർവകലാശാല ഹസ്തലിഖിത ഗ്രന്ഥാലയത്തിലെ മന്ത്രാംഗം, ഉള്ളൂരിൻ്റെ ശേഖരത്തിലെ 4 കടലാസ് പകർപ്പുകൾ എന്നിവയാണ് ഈ പതിപ്പിന് ആധാരം. ശ്ലോകങ്ങളുടെ പൂർവാപരക്രമം പോലും നിശ്ചയിച്ചത് ഇദ്ദേഹമാണെന്ന് കൃതിയുടെ ആമുഖത്തിൽ ഈ നിരൂപകൻ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രസാധനം പൂർണ്ണമല്ലെന്നും ഇതൊരു സംശോധിത സംസ്കരണമല്ല, അതിനാധാരമാക്കാവുന്ന താളിയോല ഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടില്ല എന്നും ഇദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയാണ് വൈശികതന്ത്രത്തിലെ ചർച്ച. വേശ്യകൾക്കുള്ള ഉപദേശമാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞുറപ്പിച്ചിരിക്കുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ ഒരേ ആശയം ഉൾക്കൊള്ളുന്ന ശ്ലോകങ്ങൾ കൃതിയിൽ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നത് കാണാം. ഇതിനെ മുൻനിർത്തി വൈശികതന്ത്രം ഒരു കാലത്തെയോ ഒറ്റ കവിയുടെയോ സൃഷ്ടിയല്ലെന്ന് കെ.പി. ശങ്കരനും എം.ആർ. രാഘവവാര്യരും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2003 ഈ ലേഖനം വരുന്നത്. ഇക്കാര്യം ഗോപിനാഥൻ നായരും സമ്മതിക്കുന്നു. ഒരേ സ്കൂളിൽപ്പെട്ട കവികൾ പരസ്പരം ചർച്ച ചെയ്ത് എഴുതിയതാവാം ഇതെന്നാണ് അദ്ദേഹം കരുതുന്നത്. വെൺമണിക്കാലത്ത് ഇത്തരം കൂട്ടുകവിത സാധാരണമായിരുന്നല്ലോ. എന്നാൽ അക്കാര്യവും ഉറപ്പിക്കാൻ പോകുന്ന തെളിവുകൾ ഇനിയും കിട്ടേണ്ടതുണ്ട്. വൈശികതന്ത്രം ഒരു പ്രാചീന ഗ്രന്ഥമാണെന്നും അതിലെ കുറേ ശ്ലോകങ്ങളെടുത്ത് മന്ത്രാംഗത്തിൽ ചേർത്തതാണെന്നുമുള്ള ഒരു തെറ്റിദ്ധാരണ ഉള്ളൂരിനുണ്ടായിരുന്നു. ചാക്യാന്മാർ സാധാരണയായി ആവശ്യമുള്ളപ്പോഴെല്ലാം അന്യകവികളിലെ ശ്ലോകങ്ങളെടുത്ത് ഉപയോഗിക്കും. തിരിച്ച് രംഗകല സാഹിത്യത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാമെന്ന് അദ്ദേഹം ആലോചിച്ചതുമില്ല. ഉള്ളൂർ സാഹിത്യ ചരിത്രം എഴുതാൻ തുടങ്ങുന്ന കാലത്തെ ധാരണകളുമായി മണിപ്രവാളത്തിനിറങ്ങിയവർ മറിച്ചൊന്ന് ചിന്തിക്കാൻ മെനക്കെട്ടതേയില്ല. സിദ്ധമായ ഉത്തരങ്ങളെക്കുറിച്ച് എന്താലോചിക്കാൻ എന്നു തന്നെയുമല്ല, സംസ്കൃതത്തിൽ വൈശിക സാഹിത്യമുള്ളതിനാൽ കേരളത്തിലും അതുണ്ടാവും എന്നായിരുന്നല്ലോ പലരുടെയും വിശ്വാസവും. ഒരു ന്യായീകരണവുമില്ലാത്ത ഈ സാമാന്യവൽക്കരണം പഠനങ്ങളെ അങ്ങേയറ്റം ഏകപക്ഷീയമാക്കി കളഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. വൈശികതന്ത്രത്തിലാകെയുള്ളത് 273 ശ്ലോകങ്ങളാണ്. ഇവയിൽ 7 അപൂർണങ്ങളും. പ്രമേയമോ ഒരു മുതുഗണിക ഇളം തലമുറക്കാരിയായ അനംഗസേനയ്ക്ക് നൽകുന്ന വൈശികതന്ത്രോപദേശങ്ങളും. പരമ്പരകളായി തങ്ങൾ അനുഷ്ഠിച്ചു പോന്ന കർമ്മം എന്ന മട്ടിലാണ് വിഷയാവതരണം നിർവഹിക്കുന്നത്. മുത്തി മുത്തിയവൾ മുത്തിയവൾക്കു നാലാം മുത്തിക്കു മുത്തിയവൾ മൂത്തവളെ തുടങ്ങി നാമ്പോരുമാദികൾ ഒരുത്തരെയും വിടാതെ ഞാനിന്നിനക്കുപതിശാമി ഗുരുക്രമേണ എന്ന് ആദ്യത്തെ ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകവും ഇതേ ആശയം തന്നെയാണ്. മുത്തിയാൾ ചെവിയിലെ മുതുമുത്തിതാനെ എന്ന് പറഞ്ഞുകൊണ്ട്. കുറച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് അവിടെ നീചന്മാരോട് സംഘമുണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരാശയം മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് 42, 43, 44, 47, 48, 49, 156, 233 ശ്ലോകങ്ങളിലാണ് കാണുന്നത്. ഇവിടെയെല്ലാം തന്നെ ഏതാനും ചില വാക്കുകളിലുള്ള വ്യത്യാസം ഒഴിച്ചാൽ എല്ലാം ഒറ്റ ആശയമാണ് പറയുന്നത്. നീചേഷു സംഘമൊരനർത്ഥ പരമ്പരായ നിലാ കണാകിമബി നീചരിലുള്ള സംഘം നീക്കീടു നിൻ കരുണ നീചരിലുള്ള സംഘം നീചേഷു സംഘമിള നീല വിലോചനേതേ നീചേഷു നിൻ മനസ്സിൽ നിന്ദ കിടക്ക വേണം. ഈ ആശയം ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് നിരന്തരം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നീചന്മാരെ അടുപ്പിക്കരുത് എന്ന ഈ ഉപദേശം ഗണികകൾക്ക് മാത്രം ബാധകമായിട്ടുള്ളതാണോ? അല്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. മഹാഭാരതം കിളിപ്പാട്ടിലെ ഉദ്യോഗപർവത്തിലെ വിദുരവാക്യം നോക്കുക. സേവിച്ചീടരുത് അധമന്മാരെ ഒരിക്കലും ഭാവിച്ചീടരുത് അവരോട് ആഭിമുഖ്യം പോലും. 69-നും 79-നും ഇടയ്ക്കുള്ള 7 ശ്ലോകങ്ങളിൽ പറയുന്നത് പുരുഷവശ്യത്തിനുള്ള ഉപാധികളെക്കുറിച്ചാണ്. അപ്പോൾ വശ്യങ്ങളൊന്നും ഇവ 9 എന്നീ വേണ്ട, ഈ 9 അല്ലാണ്ട് വേറൊന്നും വേണ്ട എന്ന് 69-ാമത്തെ ശ്ലോകത്ത് പറയുന്ന കവി 70-ലെത്തുമ്പോൾ പുരുഷഗുണ വിശേഷ സാരവിദ്യ യുവജനവശ്യം ഇത് 8 എന്നിയില്ല എന്ന് 8 ആയിട്ട് കുറയുന്നു.
ചിലയിടത്ത് 5 പുരുഷവശ്യങ്ങൾ എന്ന് പറയുന്നു, ചിലയിടത്ത് 1 മതി എന്ന് പറയുന്നു. എന്താണ് ഇതിനർത്ഥം? ഈ 8ഉം 5ഉം 1ഉമൊക്കെ തമ്മിൽ സംഖ്യാപരമായ വ്യത്യാസമുണ്ട് എന്നറിയാത്ത ഒരു പൊട്ടനാണ് ഇത് എഴുതിയത് എന്ന് പറയാൻ നിവൃത്തിയില്ലല്ലോ. ഇതിലേതാനും ശ്ലോകങ്ങൾ ധനമാർജിക്കുന്നതിനെക്കുറിച്ചാണ്. ഒരാളിൽ നിന്ന് കിട്ടിയ ധനം കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോവില്ല. വാർദ്ധക്യം എന്നതൊരു വൻകടലുണ്ട് മുന്നിൽ എന്ന് പറയുന്നുണ്ട്. യൗവനത്തിൽ ആർജിക്കുന്ന ധനം കൊണ്ട് വാർദ്ധക്യം കഴിക്കേണ്ടതിനെപ്പറ്റി കിളിപ്പാട്ടിൽ പറയുന്നു നോക്കുക. വിതുരവാക്യത്തിലാണ്: യൗവനത്തിങ്കിൽ പ്രവർത്തിച്ച അർത്ഥമാർജിക്കലേ ചൊവ്വോടെ വാർദ്ധക്യത്തിൽ സുഖിച്ചു വസിക്കാവൂ. കിളിപ്പാട്ടിലായാൽ ആത്മീയവും മണിപ്രവാളത്തിലായാൽ ഭോഗപരവും ആയിരിക്കുമോ? ഇതെല്ലാം വൈശിക തന്ത്രത്തെപ്പറ്റി താഴെ പറയുന്ന നിഗമനങ്ങളിലേക്കാണ് നയിക്കുന്നത്. 1. പാദങ്ങളും പാദഖണ്ഡങ്ങളും പാദങ്ങൾ തന്നെയും അതേപടി ആവർത്തിക്കുന്നു. ഇവിടങ്ങളിൽ മുൻ ശ്ലോകങ്ങളുടെ ഛായ പകർന്നിട്ടുണ്ട്. ഒരേ ആശയം തന്നെ കൃതിയിൽ പലയിടത്തായി ചിതറിക്കിടക്കുന്നു. ആദ്യമധ്യാന്ത പൊരുത്തം ഇല്ല. ഇതെല്ലാം അലങ്കാരശാസ്ത്ര വിധിപ്രകാരം കാവ്യദോഷങ്ങളാണ്. ആശയങ്ങളുടെ ക്രമിക വികാസമില്ല. വൈശികതന്ത്രത്തിന് കൃതിത്വം അവകാശപ്പെടാൻ ആവില്ല. അശ്ലീലം എന്ന് വിളിക്കാൻ മാത്രം കൃതിയിൽ ഒന്നുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കൃതി ഉണ്ടായത്? ഈ വഴിക്ക് ആലോചിക്കുമ്പോൾ കൂടിയാട്ടത്തിലേക്ക് കടക്കേണ്ടി വരും. കാരണം വൈശികതന്ത്ര ശ്ലോകങ്ങളുടെ ഏറ്റവും പഴയ ആകരം മന്ത്രാംഗമാണ്. പ്രതിജ്ഞായോഗധാരണത്തിലെ ഒരംഗം. ഗൂഢതന്ത്രം, സങ്കീർണമായ ഗൂഢഭാഷ എന്നിവയുടെ പ്രയോഗ സന്ദർഭമാണിതെന്ന് കെ.പി. ശങ്കരനും രാഘവവാര്യരും പറയുന്നു. മന്ത്രാംഗത്തിൻ്റെ ആമുഖത്തിൽ പി.കെ. നാരായണൻ നമ്പ്യാരും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. വളരെയേറെ സങ്കേത ജടിലമാണ് മന്ത്രാംഗമെന്നാണ് ഇതിനർത്ഥം. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് വൈശികതന്ത്ര ശ്ലോകങ്ങൾ വരുന്നതെങ്കിൽ അവയുടെ പൊരുൾ തിരിക്കൽ വിചാരിച്ചത്ര എളുപ്പമല്ല. അതാണ് വൈശികതന്ത്രം എന്ന് കേൾക്കുമ്പോഴേക്ക് ഓക്കാനിക്കാൻ പുറപ്പെടുന്ന ഗവേഷകർക്ക് പറ്റിപ്പോയത്. അക്കാലത്തെ സാംസ്കാരിക അപജയത്തിൻ്റെ തെളിവുകളാണ് ഇത്തരം കൃതികളെന്നാണല്ലോ ഇളംകുളം അടക്കമുള്ളവരുടെ വാദം. അത്രയ്ക്കും അശ്ലീലമുണ്ടോ ഈ കൃതിയിൽ? എങ്ങനെ നോക്കിയാലും വ്യക്തമായ രതിസൂചന ഉണ്ട് എന്ന് പറയാവുന്നവ 4 എണ്ണമേ ഉള്ളൂ. 109, 110, 112, 239. ഒരു പക്ഷെ ചികഞ്ഞാൽ 2 or 3 എണ്ണം കൂടി കിട്ടി എന്നിരിക്കും. അവ്യക്ത സൂചനകളുള്ളവയും ഒരു പക്ഷം അങ്ങനെ തന്നെ. ഇതും വെച്ചുകൊണ്ടാണ് അമേരിക്കയിൽ ഇന്ന് ലൈംഗിക സാഹിത്യത്തിന് സിദ്ധിച്ചിരിക്കുന്ന പ്രോത്സാഹനവും 13 മുതൽ 15 വരെ ശതകങ്ങളിൽ വൈശികതന്ത്രം പോലുള്ള കൃതികൾക്ക് കേരളത്തിൽ ലഭിച്ച പ്രചാരവും ഒരേ പരിതസ്ഥിതിയിലാണ് വീക്ഷിക്കേണ്ടത് എന്ന് ഇളംകുളം പറഞ്ഞു കളഞ്ഞത്. അക്കാലത്ത് ഇങ്ങനെയൊരു കൃതിയിൽ കാമശാസ്ത്ര വിധിപ്രകാരമുള്ള രഥപ്രകരണങ്ങൾ ചർച്ച ചെയ്യാൻ എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നോ ആവോ? ഇവിടെയും പേരാണ് കുഴപ്പമുണ്ടാക്കിയത്. ഉണ്ണുനീലി സന്ദേശത്തിനും ഉണ്ണിയച്ചി ഉണ്ണിയാടി ചരിതങ്ങൾക്കും എല്ലാം പറ്റിയത് അതാണല്ലോ. വൈശികതന്ത്രത്തിൻ്റെയും പേരാണ് ഏറെ തെറ്റിദ്ധാരണയ്ക്ക് വഴിവെച്ചത്. പദ്യരത്നത്തിൻ്റെ ആമുഖത്തിൽ മണിപ്രവാളം എന്നാൽ നായികമാരെ വർണ്ണിക്കുന്നതും അവരെ ചൊല്ലിക്കേൾപ്പിച്ച് രസിപ്പിക്കുന്നതുമായ ശൃംഗാരകാവ്യങ്ങളായിരിക്കുമെന്ന് പി.കെ. നാരായണപിള്ള അഭ്യൂഹിക്കുന്നുണ്ട്. തുടർന്ന് മണിപ്രവാള വിദ്യേയം എന്ന പ്രസിദ്ധ ശ്ലോകം ഉദ്ധരിച്ച് മഹിളമാരെ ആസ്പദമാക്കിയുള്ളതാണ് മണിപ്രവാള വിദ്യ എന്ന് പറഞ്ഞാൽ മണിപ്രവാളത്തിൻ്റെ അർത്ഥത്തെപ്പറ്റി സന്ദേഹത്തിന് അവകാശമില്ലെന്നും ഉറപ്പിക്കുന്നു. ഈ ചർച്ചയാണ് മണിപ്രവാളം എന്നാൽ സ്ത്രീ വർണ്ണനകളാണ് എന്ന് സ്ഥാപിച്ചു കളഞ്ഞത്. പിന്നെ ഏറെക്കാലം മണിപ്രവാള ഗവേഷണം ഈ വഴിക്കായി. പ്രാചീന മധ്യകാല കൃതികളിലെ ചരിത്ര സൂചനകളെ നേരെ ചരിത്ര വസ്തുതകളായി പരാവർത്തനം ചെയ്യുകയായിരുന്നു ഇളംകുളം. ഇങ്ങനെ കൈവന്ന ആശയങ്ങളെ മുൻനിർത്തി ഒരു കാലഘട്ടത്തെ മൊത്തത്തിൽ ജീർണതയുടെ കാലമെന്ന് വിമർശിക്കുന്നത് ശരിയല്ലെന്ന് MGS നിരീക്ഷിക്കുന്നുണ്ട്. ഇളംകുളം അഭ്യൂഹിക്കുന്നതിനും വളരെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നാടുവാഴി സമ്പ്രദായം ജീർണതയിലേക്ക് നീങ്ങുന്നതെന്ന് MGS പറയുന്നു. ഇത് പക്ഷേ ഇളംകുളത്തെ കണ്ണുമടച്ച് പിന്തുടർന്ന നിരൂപകർക്ക് തിരിഞ്ഞുകിട്ടിയില്ല. അനന്തപുര വർണ്ണനം, ചെല്ലൂർനാഥസ്തവം, ശ്രീവാസുദേവസ്തവം തുടങ്ങിയ കൃതികളെ അപവാദങ്ങളെന്നാണ് പഴയ ഗവേഷകർ എണ്ണിയത്. മണിപ്രവാള കൃതികൾ ശൃംഗാരപ്രധാനങ്ങളാണെന്ന ധാരണയാണിതിന് പിന്നിൽ. വൈദ്യം, ജ്യോതിഷം, തന്ത്രം, മന്ത്രം, കളരിവിദ്യ, തച്ചുശാസ്ത്രം, ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലായി എത്രയോ മണിപ്രവാള ഗ്രന്ഥങ്ങൾ മധ്യകാല സൃഷ്ടികളായി താളിയോലകളിൽ കിടപ്പുണ്ട്. ഇവയിലേക്ക് കണ്ണെത്താത്തതും ഈ നോട്ടപ്പിശകിന് വഴിവെച്ചു. ആഖ്യാനത്തിൻ്റെ സൂക്ഷ്മഘടനയും ഇവരുടെ കണ്ണിൽപ്പെട്ടില്ല.
ഉണ്ണിയച്ചി ചരിതം പോലുള്ള കൃതികളിലും സന്ദേശകാവ്യങ്ങളിലുമുള്ള സ്തുതികളും ദേവതാ പരാമർശങ്ങളും ശ്രദ്ധിക്കാതെ പോയതാണ് മറ്റൊരു കാരണം. അങ്ങാടി ജീവിതമാകട്ടെ മാമൂൽ ഗവേഷകർക്ക് ഗൗരവമായി തോന്നിയതേയില്ല. പ്രമാണ കൃതികളിലെ സ്ത്രീ ശരീര വർണ്ണനകൾ അന്ന് ജീവിച്ചിരുന്നവരുടെ നേർക്കുനേർ വർണ്ണനയാണെന്നാണ് അക്കാദമിക പണ്ഡിതന്മാർ തെറ്റിദ്ധരിച്ചത്. അങ്ങനെ അവയെ ഒന്നടങ്കം അശ്ലീലമെന്ന് ചാപ്പകുത്തുകയായിരുന്നു. യഥാതഥമായ ഒരു സ്ത്രീ ശരീരത്തെയല്ല, സാങ്കല്പികമായ ഒരു സ്ത്രീ ശരീര വടിവിനെയാണ് കവി വർണ്ണിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ല. വർണ്ണനകളെ നിറം പിടിപ്പിക്കാൻ കവികൾ ആശ്രയിക്കുന്ന ചില സങ്കേതങ്ങളുണ്ട്. ഇവയെ രാജശേഖരൻ കവിസമയം എന്ന് വിളിക്കുന്നു. രാത്രിയായാൽ ചക്രവാകങ്ങൾ ഇണപിരിഞ്ഞു ദുഃഖിക്കും, കീർത്തി വെളുത്തിട്ടാണ്. ചന്ദനവും ചന്ദ്രനും വിരഹത്തിൽ പൊള്ളിക്കും, സ്ത്രീ ചവിട്ടിയാൽ അശോകം പുഷ്പിക്കും. സൂര്യനും താമരയും കാമുകീ കാമുകന്മാർ അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ ആണ്. വല്ലികളും വൃക്ഷങ്ങളും ദമ്പതിമാർ ആണ്. ചകോരം നിലാവ് കുടിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് സാഹിത്യത്തിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഇനി സ്ത്രീയെ വർണ്ണിക്കുകയാണെങ്കിലോ, നായിക സുന്ദരിയാവണം. എങ്കിൽ ശബ്ദം കുയിൽ, ഹംസം, വീണ ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ നാദം പോലെയാണെന്ന് പറയണം. സ്തനങ്ങൾ ആകൃതി കൊണ്ട് ആനയുടെ മസ്തകം, ചെപ്പ്, പന്ത്, താമരമൊട്ട്, സ്വർണ്ണകുംഭം, പമ്പരം, പർവ്വതം ഇവയിൽ ഒന്നുപോലെ ആയേ പറ്റൂ. മധ്യത്തിൽ ത്രിവലി എന്ന 3 മടക്കുകൾ വേണം. കൃശമധ്യ ആയിരിക്കണം. സ്തനഭാരം കൊണ്ട് മധ്യം ക്ലേശിക്കണം. മിഴികൾ ചലിച്ചുകൊണ്ടിരിക്കണം. കാതരനയന. മൂക്ക് കിളിച്ചുണ്ട് പോലെയോ എള്ളിൻപൂ പോലെയോ വേണം. ഇനി പുരുഷനാണെങ്കിലോ കാളയെപ്പോലെ ഉറച്ച ചുമലുകൾ, സിംഹനട, പന പോലെ നീണ്ടുരുണ്ട കൈകൾ, കാമദേവനെ പോലെയുള്ള സൗന്ദര്യം, ഇങ്ങനെ പലതും കവികൾ പറയും. ഇതൊന്നും ശാസ്ത്രീയമല്ല, വാസ്തവവുമല്ല. പക്ഷെ കവി മനസ്സിന് ഇവയുടെ സൗന്ദര്യാത്മകതയിലേക്കാണ് നോട്ടം. മേൽപ്പറഞ്ഞ സങ്കേതങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കോ പലതും കലർന്നോ അലങ്കാരങ്ങളിൽ വരാം. ചില ഉദാഹരണങ്ങൾ നോക്കാം. കോകസ്ത്രീ വിരഹത്തീയിൻ പുകയല്ലോ തമസ്യത. ഉത്പ്രേക്ഷ ചർച്ച, ഭാഷാഭൂഷണം. ഹന്തവിശ്വമഭി നിന്നുടെ കീർത്തിയ സന്തതം വെളുവെളുത്തു ചമഞ്ഞു. പുഞ്ചിരിയായതോ ചന്ദ്രിക ചെഞ്ഞമ്മേ, അഞ്ചാതെ ചൊല്ലാം അതെല്ലാരോടും. ഏണാങ്കമൗലിതൻ നേത്രചകോരങ്ങൾ കൂണായി മാറുമോ അല്ലയായെങ്കിൽ. ചകോരങ്ങൾ നിലാവ് കുടിക്കും എന്നുള്ളതിൻ്റെ ആവിഷ്കാരമാണ്. ശഖാഭുജം നീട്ടി ലതാവധുക്കൾ പുണർന്നുപോൽ വൃക്ഷമണാളരെയും. വല്ലികളും വൃക്ഷങ്ങളും ദമ്പതിമാരാണ് എന്നുള്ളത്. മധ്യകാല ചമ്പുക്കളിലേക്ക് കടക്കുമ്പോൾ ഭാഷാരാമായണം ചമ്പുവിലും നൈഷധം ചമ്പുവിലും സ്ത്രീ ശരീരത്തിൻ്റെ സൂക്ഷ്മ വർണ്ണന കാണാം. രാമാവതാര പ്രബന്ധത്തിൽ അതീത യൗവനയും ഗർഭിണിയുമായ കൗസല്യയുടെ സ്തനവർണ്ണന നടത്തുന്ന ഒരു സന്ദർഭമുണ്ട്. താവുന്ന കൊങ്കമുകുളങ്ങൾ മുഖം കറുപ്പാൻ കാർവർണ്ണനുള്ളിൽ വളരുമ്പൊഴുതുണ്ടു ന്യായം എന്ന് അല്പം മുമ്പ് വിവരിച്ച സ്തനവർണ്ണന തുടർന്നൊരു ഗദ്യത്തിൽ വരുന്നത് ഇങ്ങനെയാണ്. നറും പമ്പരം പന്തു പൂന്തൊത്തു ചക്രങ്ങൾ പൊൽക്കുംഭം അംഭോജമൊട്ടദ്രിവൃന്ദങ്ങൾ ഇത്യാദി പേർത്തും പദാർത്ഥങ്ങളെപ്പേരും ഉൾപ്പോരിൽ നെറ്റിക്കു നേരെത്തി വെട്ടിജയിച്ചെങ്ങും ഇപ്പാരിൽ മാറ്റാറുകൾ മറ്റാരുമില്ലാഞ്ഞു തമ്മിൽ പിണങ്ങി കലം വട്ടമിട്ടേറ്റവും തിങ്ങി വിങ്ങി തുലവും വാച്ചുഴന്നൊരു കച്ചേൽ മുല എന്നാണ്. ഇനി ദമയന്തിയുടെ സ്വയംവരത്തിൻ്റെ സന്ദർഭത്തിൽ സദസ്സിലേക്ക് വരുന്ന നായികയുടെ സ്ഥലങ്ങളെപ്പറ്റി പറയുമ്പോൾ കാമദേവൻ്റെ ക്രീഡാശൈലം പോലെ, രതീദേവിയുടെ പന്തുകൾ പോലെ, രോമരാജിയാവുന്ന മന്ദാരവല്ലിയുടെ പൂങ്കുല പോലെ, മംഗലദേവതയുടെ ആവാസമായ പീഠദ്വന്ദ്വം പോലെ, കാമദേവൻ്റെ സാമ്രാജ്യാഭിഷേകത്തിനുള്ള പൂർണ്ണകുംഭം പോലെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരുക്കുകളുടെ സാമാന്യ രൂപം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത് നായിക രാജമഹിഷിയാവട്ടെ ആരാവട്ടെ ഇതാണ് കാവ്യങ്ങളിൽ വർണ്ണിക്കുന്ന സമ്പ്രദായം. മഹാകാവ്യത്തിലെ പാരമ്പര്യമല്ല, അല്ലെങ്കിൽ സംസ്കൃതത്തിലെ മഹാകാവ്യ പാരമ്പര്യമല്ല ഇത്തരം ശരീരവർണ്ണനകൾക്ക് പ്രേരകം. ഇതും കൂടിയാട്ടത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാവാനാണ് വഴി. അവിടെ പഞ്ചാംഗമാടുക എന്നൊരു ഏർപ്പാടുണ്ട്. വിരഹിയായ നായകൻ നായികയുടെ ആകാരവടിവുകളെ മുദ്രകളിലൂടെ അതിസൂക്ഷ്മമായി വിവരിക്കുന്ന സമ്പ്രദായമാണ്. ആശ്ചര്യചൂടാമണിയിൽ രാമൻ സീതയുടെയും സുഭദ്രാ ധനഞ്ജയത്തിൽ അർജുനൻ സുഭദ്രയുടെയും പഞ്ചാംഗമാടും.
നടന്മാർ ഈ വിവരണം മനോധർമ്മമനുസരിച്ച് പൊലിപ്പിക്കും. ഇത് കേശാതിപാതമായും തിരിച്ചും പതിവുണ്ട്. ഇതിൻ്റെ വാങ്മയ രൂപത്തിലുള്ള ആവിഷ്കാരമാണ് മണിപ്രവാള കൃതികളിൽ കാണുന്നത്. തൊട്ടപ്പുറത്ത് ആട്ടപ്രകാരങ്ങളിലെ വാസവദത്ത വർണ്ണനം പോലുള്ള ശ്ലോകങ്ങൾ ശ്രദ്ധിക്കുക. പർവ്വചന്ദ്രന് പോരുന്ന ഗർവൊഴിച്ച മുഖാംബുജം, ഇണ്ടമാല കണക്കെ പോയി നീണ്ടുരുണ്ട ഭുജദ്വയം, അഭിമാനത്തെ ഉണ്ടാക്കും ഇഭകുംഭസ്ഥനങ്ങളും, മുലയെ കാത്തുതാൻ വല്ലാതുഴലും മാധ്യവല്ലരി. ഇതേ കരുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ണിയാടി ചരിതക്കാരൻ തൻ്റെ നായികയെ വർണ്ണിക്കുന്നത് എന്ന് രണ്ടും നമ്മൾ താരതമ്യം ചെയ്താൽ അറിയാൻ കഴിയും. ഇനി ഭക്തിപ്രധാനമെന്ന് വിളിച്ചു വരുന്ന കിളിപ്പാട്ടുകളിലേക്ക് വന്നാലോ, അവിടെ രാമനെ വിവരിക്കുന്ന സമയത്ത് രമ്യമകരായിത മണികുണ്ടല സമ്മുഗ്ധ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ഛത ലോചന ഭംഗിയും പുണ്ടരീകാരാതി മണ്ഡല തുണ്ടവും ചന്ദ്രികാ സുന്ദര മന്ദസ്മിതാഭയും കുന്ദമുകുള സമാന ദന്തങ്ങളും ബന്ധുകസൂന സമാനാധരാഭയും എന്നൊക്കെയാണ് വർണ്ണിക്കുന്നത്. കുംഭികുലോത്തമൻ തുമ്പിക്കരം കണ്ട് കുമ്പിട്ട് കൂപ്പിയിടുന്ന ഊരുകണ്ഠങ്ങളും കമ്പം കലർന്ന് കമഠപ്രകരനും കുമ്പിടുന്ന പുറവടി ശോഭയും ഒക്കെയുള്ള രാമനെയാണ് അയോധ്യാകാന്ഡത്തിൽ എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത്. ഈ സ്ഥാനത്ത് മൂലകൃതിയിൽ സർവാഭരണ സമ്പന്നം കിരീട കടകോജ്വലം കൗസുവാഭരണം രാമം കന്ദർപ്പ സദസുന്ദരം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം തീർച്ചയായി ശരീരം ഭക്തി പ്രസ്ഥാനക്കാർക്കും വേണം. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാണല്ലോ ആപ്തവാക്യം. പൂന്താനത്തിൻ്റെ ഘനസംഘം, കാണാകേണം സ്തോത്രം തുടങ്ങിയുള്ളതൊക്കെ ഈ വഴിക്ക് തന്നെയാണല്ലോ. വിലസുമ കുനുജില്ലീയുഗളം കൈ തൊഴുന്നേൻ, തിലസുമ രുചിവെന്ന തിരുനാസാ തൊഴുന്നേൻ, ചെന്തുണ്ടിപ്പഴം വെന്നോരധരം കൈ തൊഴുന്നേൻ. പൂന്താനം തിരുവന്തം മുതൽ ഭദ്രകാളിയെ സ്തുതിക്കുകയാണ്. മണിപ്രവാളത്തിലെ അംഗപ്രത്യേക വർണ്ണനയായാൽ അശ്ലീലം, ഭക്തിമണ്ഡലത്തിലെ കേശാധിപാത സ്തുതിയായാൽ അങ്ങേയറ്റം അധ്യാത്മം എന്ന വഴിയുടെ പൊരുൾ മനസ്സിലാവുന്നില്ല. മേൽപ്പറഞ്ഞ ശരീരപരതയും രതിപരതയുമെല്ലാം ഭാരതീയ സംസ്കാരത്തിലെയും സാഹിത്യത്തിലെയും അതിസാധാരണമായ ഒരു സൗന്ദര്യാംശമാണ്. ഇതൊന്നും അശ്ലീലത്തിൻ്റെ പേരിൽ മണിപ്രവാളത്തെ വിമർശിച്ചവർ ശ്രദ്ധിച്ചില്ല. ഡക്കാനിലെയും ഉത്തരഭാരതത്തിലെയും രാജകൊട്ടാരങ്ങളോ ഹിന്ദു ക്ഷേത്രങ്ങളോ മാത്രമല്ല, ഇവിടങ്ങളിലെ ഒക്കെയുള്ള ബൗദ്ധ ചൈത്യങ്ങളും സ്തൂപങ്ങൾ പോലും മാദകങ്ങളായ സ്ത്രീ ശരീര പ്രതിനിധാനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. സാഞ്ചിയിലെ സ്തൂപം ഇക്കാര്യത്തിൽ സവിശേഷ സ്ഥാനമർഹിക്കുന്നു. ഖജുരാഹോ, കൊണാർക്ക് എന്നിവിടങ്ങളിലെ രതിശില്പങ്ങളും ലോകപ്രസിദ്ധമാണ്. ശില്പകല വിസ്തരിച്ച് ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു മണ്ഡലമായതുകൊണ്ട് ഞാൻ അവിടുന്ന് തിരിച്ച് സാഹിത്യത്തിലേക്ക് വരുന്നു. വടക്കൻ സാഹിത്യത്തിലെ ഗാഥാ സപ്തശതി, ശുഖസപ്തതി തുടങ്ങിയ രചനകൾ ഇവിടെ പ്രസക്തമാകുന്നു. വിവാഹ ബാഹ്യബന്ധങ്ങൾ ആലോചിക്കുന്ന വീട്ടമ്മമാർ പാന്തന്മാരെ രതിലീലകൾക്ക് ക്ഷണിക്കുന്ന സന്ദർഭങ്ങൾ വരെ ഗാഥാസപ്തശതിയിലുണ്ട്. പ്രാകൃത ഭാഷയിലുള്ള ഇവ അന്നത്തെ നാടോടി ജനപ്രിയ സാഹിത്യമായിരുന്നു. സൽക്കാരമേകാനായി പാന്ത കേൾക്ക തൽക്കാലമിങ്ങില്ല ഗൃഹാതിനാഥൻ, പയോധരത്തിൻ്റെ ഉയർച്ച പാർത്തിട്ടിയാധിയെങ്കിൽ പുനരഗമിക്കാം എന്നൊരു ശ്ലോകം ഭൂഷണത്തിലെ ധ്വനി ചർച്ചയിൽ AR ഉദ്ധരിച്ചിട്ടുണ്ട്. ശൃംഗാരത്തോടൊപ്പം ഹാസ്യത്തിൻ്റെ ഒരു അടിയടര് കൂടി ഇതിലുണ്ട് എന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഗാഥാസപ്തശതിയിലെ ഇത്തരം പദ്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ആനന്ദവർദ്ധനൻ ധ്വനി എന്നൊരാശയം സ്ഥാപിച്ചെടുക്കുന്നത്. സാധാരണയായി സംസ്കൃത കാവ്യങ്ങൾ വലിയ തോതിൽ പുരുഷ കഥാപാത്രങ്ങളുടെ ശരീരവടിവുകൾ വർണ്ണിക്കാറില്ല. രഘുവംശത്തെ മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. എന്നാൽ സ്ത്രീ ശരീരത്തിൻ്റെ സൂക്ഷ്മമായ വടിവുകൾ തീർച്ചയായും കവികളെ ഹരം പിടിപ്പിക്കുന്നുണ്ട് എന്നും ഇവയെ പ്രകടമായ ലൈംഗികതാ സ്പർശത്തോടെയാണ് ഇവയിൽ അവതരിപ്പിക്കാറുള്ളതെന്നും നരേന്ദ്രനാഥ് ഭട്ടാചാര്യ സംസ്കൃത കാവ്യങ്ങളിലെ രതിയംശത്തെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ പറയുന്നുണ്ട്. എന്നാലും ഇതൊന്നും സംസ്കൃതത്തിൻ്റെയോ ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിൻ്റെയോ കുഴപ്പമാണ് എന്ന് സ്ഥാപിച്ച് എടുത്തുകൂടാ. പ്രത്യേകിച്ച് മണിപ്രവാളത്തെ മുൻനിർത്തി നമ്മൾ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ തൊട്ടടുത്തുള്ള തമിഴ് സാഹിത്യത്തിലേക്ക് നോക്കിക്കോളൂ. ശരീരപരതയുടെയും ലൈംഗികതയുടെയും ആഖ്യാനങ്ങൾ അവയിലുമുണ്ട്. പൊരുണനാറ്റുപട എന്ന് പറയുന്ന ഒരു മധ്യകാല തമിഴ് കൃതിയിൽ കരിമണൽ തിരകൾ പോലെ അളകാവലി, ശശികലയൊത്ത ലലാടം, കുലവില്ലൊത്തു വളഞ്ഞ പുരികം, കാന്തിയും കുളിർനനവുമുള്ള കടമിഴികൾ, മിനുത്ത പൂടരോമമുള്ള കണങ്കൈ, ചുണങ്ങണിമാറിൽ ഈർക്കിൽ പൊളി പോലും നടുവിലോടാതെ ഞെരുങ്ങിപ്പൊങ്ങിയ കുജഭാരം, നീർച്ചുഴി പോലെയും സലക്ഷണവുമായ പൊക്കിൽത്തടം, നോക്കിയാൽ കാണാത്തത്ര ഇടുങ്ങിയ അരക്കെട്ട്,
വലിയ പിടിയാനയുടെ തുമ്പിക്കൈ പോലെ ഒഴുക്കമായി തമ്മിലുരസുന്ന തുടകൾ എന്നൊക്കെ വിവരിക്കുന്നത് കാണാം. ഒരുക്കുകളുടെ വംശബന്ധം വ്യക്തമാണല്ലോ. തമിഴ് പണ്ഡിതനും കൂടിയായ ഇളംകുളത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ലെന്ന് വരുമോ? ഇവയുടെ നേരെ കണ്ണടച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യം ഇന്നും പ്രസക്തം. മധ്യകാല തെലുഗു സാഹിത്യവും ശാരീരിക സൗഭാഗ്യങ്ങളെ ആഘോഷിച്ചിരുന്നു. മുഖ്യമായും പദം പാട്ടുകളാണ് ഈ വഴിക്ക് ചരിച്ചിരുന്നത്. മണിപ്രവാള സാഹിത്യത്തിൽ കാണാത്തത്ര തീവ്രമായിട്ടുള്ള വൈകാരികമായ ആവിഷ്കാരമാണ് പദം പാട്ടുകളിലുള്ളത്. ക്ഷേത്രയ്യയുടെ 2 പദങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എത്ര വേഗമാണ് പ്രഭാതം എത്തിയത്, കാമത്തോടെ നീ എന്നെ വിളിച്ചു, പെണ്ണെ എന്നിലേക്ക് വരൂ, നിന്റെ ചുണ്ടുകൾ എൻ്റേതിനോട് ചേർന്നിരിക്കവേ പ്രഭാതമായി, നിന്റെ ഗാഢാലിംഗനം അയഞ്ഞു പോകുന്നതിന് മുമ്പ് പ്രഭാതം എത്തി, ചില അംഗങ്ങളിൽ നീ കൈയോടിച്ചപ്പോൾ ഞാൻ ഉയർത്തിയ ശീൽക്കാരങ്ങൾ വളർത്തുതത്ത അനുകരിച്ചത് കേട്ട് കിടക്കയിൽ നമ്മളെങ്ങനെ ചിരിച്ചു പോയില്ല, അടുത്തു വരാൻ പറഞ്ഞ് നീ ഒരു കാടനെപ്പോലെ എന്നെ പ്രണയിച്ചു, ഞാൻ നിൻ്റെ മേൽ കയറാൻ പുറപ്പെട്ടപ്പോഴേക്കും പ്രഭാതം എത്തിപ്പോയി. 175 പദത്തിലാണത്. മറ്റൊരിടത്ത് സഖിയുമായിട്ട് നായിക സംസാരിക്കുകയാണ്. നായകൻ പിണങ്ങിപ്പോയി. അതിന് കാരണം ഈ നായികയാണെന്ന് ആക്ഷേപിച്ച സഖിയോടുള്ള മറുപടിയാണ്. പറയൂ സഖി, ഞാനോ അവനോ കൂടുതൽ ചീത്ത? സ്വർണ്ണക്കിടക്കയിൽ പുന്നാരിച്ച് കിടക്കുമ്പോൾ അവൻ എന്നെ കമലാക്ഷി എന്ന് വിളിച്ചു. ആ മറ്റേ പെണ്ണിൻ്റെ പേര് എനിക്കങ്ങ് പ്രാന്തായി. മുടിക്കെട്ടിൻ്റെ അറ്റം കൊണ്ട് ഞാൻ അവനെ അടിച്ചു. ഇനി പറയൂ, ആരാണ് കൂടുതൽ ചീത്ത? കാമാവേശത്തിൽ അവൻ്റെ മാറിൽ വീണ് പോർമുലകൾ കൊണ്ട് ഞെരിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇതിന് കനകാംഗിയാണ് കൂടുതൽ കേമിയെന്ന്. 5 വിരലും ചേർത്ത് ഞാൻ അവൻ്റെ മുഖത്തടിച്ചു. ഇനി പറയൂ, ഞാനോ അവനോ കൂടുതൽ ചീത്ത? സ്ത്രീ സ്വരങ്ങളിലുള്ള ഈ പാട്ടുകളിൽ മിക്കപ്പോഴും ദേവൻ തന്നെയാണ് കാമുക വേഷം അണിയുന്നത്. മൂവ ഗ്രാമത്തിലെ ഗോപാലൻ ആണ് ഇതിലെ കാമുകനായി വരുന്നതും ഈ സ്ത്രീകളോടൊപ്പം രമിക്കുന്നതായി പറയുന്നത്. മധ്യകാല ഹിന്ദി സാഹിത്യത്തിലുമുണ്ട് ഇത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ. വിദ്യാവതിയുടെയും ബിഹാരിയുടെയും ഓരോ കവിതാഖണ്ഡങ്ങളും നോക്കാം. അതിൻ്റെ മലയാളമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അവളുടെ സ്വാഭാവികമായി പ്രസന്നമായ മുഖത്ത് കണ്ണിൻ്റെ തിരമാലകൾ സുഖം തരുന്നവയാണ്. ചന്ദ്രൻ ആകാശത്തും താമര പാതാളത്തും ഇരിക്കുന്നുവെങ്കിലും ഇരുവരും ഒന്നിച്ച് മുഖമായും കണ്ണുകളായും ഒരിടത്ത് എത്തിയതെങ്ങനെ? അവളുടെ കുജങ്ങൾ കണ്ടാൽ തോന്നും സുലുരു പർവ്വതം ലജ്ജിച്ച് ദിശ മറന്നിരിപ്പാണെന്ന്. വിദ്യാപതിയുടെ നഖശിഖ വർണ്ണനയിൽ നിന്നാണ് ഇത്. ബിഹാരി രത്നാകരം എന്ന കാവ്യത്തിൽ ബിഹാരി പറയുന്നതിനെയാണ്: പറയുകയും നടിക്കുകയും വശീകരിക്കുകയും ദേഷ്യപ്പെടുകയും സന്ധിക്കുകയും ചിരിക്കുകയും ലജ്ജിക്കുകയും ചെയ്യുന്നത് കണ്ണുകൾ കൊണ്ട് തന്നെ. ഇവിടെ കണ്ണാണ് ചർച്ചാ വിഷയം. നായിക കണ്ണുകൾ കൊണ്ട് നൃത്തം ചെയ്തു കാണിക്കുന്നു. ശൃംഗാരം നിറച്ച നിന്റെ താമര കണ്ണുകൾ പരാജയപ്പെടുത്തുന്നവയാണ്, അഞ്ജനം എഴുതാതെ തന്നെ. സംസ്കൃത കാവ്യമീമാംസ വഴി പ്രചരിച്ചതും ദേശകാലാതീതവും ഭാഷാതീതവുമായി ഭാരതീയ സംസ്കൃതികളിൽ നൂറ്റാണ്ടുകളോളം നിലനിന്ന് പോകുന്നതുമാണ് ചർച്ച ചെയ്ത ശരീരപരതയും രതിപരതയും. ഇവ സമൂഹവിരുദ്ധമാണ് എന്ന് കോളനിക്കാരൻ വരെ ആരും നനച്ചിരുന്നതുമില്ല. ഇതിനപ്പുറത്ത് സമാന്തരമായി തന്നെ ബ്രഹ്മചര്യവും സന്യാസവും ആത്മീയതയുമെല്ലാം പ്രചരിച്ചു പോന്നിട്ടുമുണ്ട്. രണ്ടും 2 വഴിക്ക് ജനജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി. രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ അത്യന്തഹൃദ്യമായ വർണ്ണനയാണല്ലോ കേരളീയ ക്ഷേത്രങ്ങളിൽ കൊട്ടിപ്പാടി വരുന്നത്. അതും ഇനി ക്ഷേത്രങ്ങൾ ബ്രാഹ്മണരുടേതായതുകൊണ്ടാണ് എന്ന് വല്ലവരും പറയുമോ ആവോ? ആർഷഭാരതം ബ്രഹ്മചാരി ഭാരതമായിരുന്നില്ല എന്നറിയുക. അതിനാൽ കാമപുരുഷാർത്ഥത്തെയും ഗാർഹസ്ഥ്യത്തെയും ഒരു തരത്തിലും നിഷേധിക്കാത്ത പുരാണങ്ങളും ഇതിഹാസങ്ങളും കാവ്യനാടകാദികളെ സ്വാധീനിച്ചെങ്കിൽ അത്ഭുതപ്പെടാനില്ല. ഈ ലോകബോധത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു കാമശാസ്ത്രവും സാമുദ്രിക ശാസ്ത്രവും എല്ലാം ചെയ്തത്. മഹാഭാരതത്തിലെ പ്രമുഖങ്ങളായ 2 ഉപാഖ്യാനങ്ങളും നളോപാഖ്യാനവും ശകുന്തളോപാഖ്യാനവും ശൃംഗാരപ്രധാനങ്ങളാണെന്ന് ഭാരതീയരെങ്കിലും മറന്നുകൂടാത്തതല്ലേ? വിക്ടോറിയൻ പാപബോധം ഭാരതീയ സൗന്ദര്യ ദർശനത്തിൻ്റെ നിറം കെടുത്താത്ത കാലത്താണ് ഈ രചനകളെല്ലാം ഉണ്ടായത്. അക്കാലത്തെ കവികളോ ശില്പികളോ ചിത്രകാരന്മാരോ നഗ്നതയെയും രതിയെയും സ്വാഭാവികമായേ കണ്ടിട്ടുള്ളൂ. അന്നത്തെ ബുദ്ധിജീവികളും ഈ പാതയിൽ തന്നെ ചരിച്ചവരാണ്.
ദേവന്മാരുടെയും മുനിമാരുടെയും കാമത്തിൻ്റെയും അഗമ്യഗമനത്തിൻ്റെയും കഥകൾ ഭാരതീയരുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമുണ്ട്. വ്യാസോൽപ്പത്തി കഥയെ അശ്ലീലമെന്ന് ആരെങ്കിലും വിളിക്കുമോ? എഴുത്തച്ഛൻ പരിഭവിച്ചു എന്നത് ശരി തന്നെ. അതിന് കാരണം അത് തേവാരത്തിൻ്റെ സമയമാണ് എന്നതുകൊണ്ടല്ലേ? മുനിയായാലും തേവരിക്കേണ്ട സമയത്ത് ശൃംഗരിച്ചാലോ? തുടങ്ങിയിടത്ത് നിർത്തണമെന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് മണിപ്രവാളത്തിലേക്ക് വീണ്ടും സൂക്ഷ്മമായി പഠിച്ചാൽ ഒന്നറിയാം. ഏതാനും നർത്തകികളുടെ സ്തനജഗന സൗന്ദര്യത്തിൻ്റെ നേർക്കുനേർ വർണ്ണനകളോ കാമകേളി പാടവത്തിൻ്റെ വിളംബരങ്ങളോ അല്ല ഉണ്ണുനീലി സന്ദേശവും ഉണ്ണിയച്ചി, ഉണ്ണിയാടി, ഉണ്ണിച്ചിരുദേവി ചരിതങ്ങളും ഒന്നും. ഇതറിയാൻ പക്ഷേ മുൻവിധികളെ വകഞ്ഞു മാറ്റണം. മണിപ്രവാളം സാഹിത്യത്തിനും അപ്പുറത്തേക്ക് പടർന്നു നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ പ്രാദേശിക സംസ്കാരവും നാട്ടുഭാഷയും ചിനപ്പ് പൊട്ടുന്നതും വൈദ്യ, ജ്യോതിഷ, തച്ചുശാസ്ത്ര ഗ്രന്ഥങ്ങൾ നാട്ടുമൊഴികളിലേക്ക് പകർന്നു പോരുന്നതും കാണാം. പഴകിയ കണ്ണടകൾ മാറ്റണം എന്നേയുള്ളൂ കാഴ്ചശീലങ്ങളും.